നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തിനാ അമ്മ ഇത് ഒളിച്ചേക്കുന്നേ? കണ്ടല്ലേ, ഇതൊക്കെ മാറ്റി നമ്മുടെ ബാഗിൽ കൊണ്ടുവയ്ക്കണം. ആരും കാണരുത്. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനാ. ഈ ആളുകളെല്ലാം കൂടി സാരി ഗിഫ്റ്റ് ആയിട്ട് തരാൻ തുടങ്ങിയാലേ പാവം വന്ദന എങ്ങനെ ഉടുക്കും? അതാ ഞാൻ എടുത്ത്. നാണല്ലേ അമ്മ ഇളയമ്മക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അടിച്ചു മാറ്റാൻ? മര്യാദക്ക് നിക്കണേ ഇവിടെ. നീ ഇപ്പൊ ഇതെടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. നീയോ? ഇല്ല. ആഹാ, കാണിച്ചു തരാം ഞാൻ രണ്ടിനെ. അപ്പൊ അത് ഗോവിന്ദ കള്ളിയാ നമ്മുടെ അമ്മ, പെരുങ്കള്ളി. നീ വാ. അച്ഛാ, ഇപ്പൊ നിന്നെ കാണാൻ ഒരു രാജകുമാരന്റെ ചേലുണ്ട്. രാജകുമാരനോ? കൊള്ളാം. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൂടി കൂടി ഇപ്പൊ വട്ടായോ? അപ്പൊ ദേവക്കുട്ടി, ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ അച്ഛാ? രാജകുമാരൻ വിവാഹ പന്തലിലേക്ക് ചെല്ലുമ്പോ രാജരഥത്തിൽ കുതിരപ്പട്ടാളക്കാരുടെ അകമ്പടിയോടെ വരാമായിരുന്നില്ലേ എന്നാരെങ്കിലും ചോദിക്കൂ? പോടാ. ചിലപ്പോഴൊക്കെ നീ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നലുണ്ടാകാറുണ്ട് എനിക്ക്. ഏതായാലും ആ സങ്കടം ഇന്നത്തോടെ അവസാനിക്കും. എന്താ അമ്മയത്? മോനെ, അടുത്ത ജന്മത്തിൽ ഈ അമ്മയ്ക്കൊരാഗ്രഹമുണ്ട്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ആ ആഗ്രഹം ഒന്ന് പറഞ്ഞേ. പറ്റുമെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നടത്തി തരാം. എന്താ? അത് പറ്റില്ല മോനെ. കാര്യം, ഈ അമ്മയുടെ ആഗ്രഹം അടുത്ത ജന്മത്തിൽ നീ എന്റെ വയറ്റിൽ പിറക്കണമെന്ന. അമ്മേ, ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഞാൻ അമ്മയുടെ വയറ്റിൽ പിറന്ന മകൻ തന്നെയാണെന്നാണ്. മോനെ, അച്ഛമ്മ പറഞ്ഞ പോലെ അച്ഛൻ രാജകുമാരനാണെങ്കിൽ വന്ദനാമ്മ രാജകുമാരിയായിരിക്കും അല്ലേ? പിന്നെ സമയാവുന്നു മോനെ, നമുക്ക് ഇറങ്ങാം. അമ്മ നടന്നോളൂ, ഞാൻ വന്നേക്കാം. ഗായത്രി, ഇന്ന് ഞാൻ പോകുന്നത് ഓഫീസിലേക്കല്ല, കല്യാണ മണ്ഡപത്തിലേക്കാ. ഒരാളും ഒരിക്കലും നിനക്ക് പകരമാവില്ലെന്നറിയാം. പക്ഷേ നമ്മുടെ നിയമങ്ങൾക്ക് ഒരമ്മയുടെ സ്നേഹം കിട്ടുമെങ്കിൽ അത് ഞാനായിട്ട് നിഷേധിക്കുന്നില്ല. നിങ്ങൾ എനിക്കൊരു വലിയ സഹായമായിരുന്നു മക്കളെ. നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാ കുറച്ച് സമയം കൊണ്ട് കാര്യങ്ങൾ ഇത്രത്തോളം എത്തിക്കാൻ കഴിഞ്ഞത്. അതിന്റെ നന്ദിയും കടപ്പാടും ഒക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ.
അതെ, മാധവൻ അങ്കിള് ശ്യാമിനെ അന്യനായിട്ടൊന്നും കാണണ്ട, അല്ലേ വർഷേ? ആ, വീട്ടിലൊരു അംഗമാണെന്ന് കരുതിയാ മതി, അല്ലേ വർഷേ? അങ്ങനെയേ കരുതുന്നുള്ളൂ. അല്ലെങ്കിലും അംഗം തന്നെയാ, അല്ലേ ശ്യാമേ? അല്ലേ വർഷേ? അതിപ്പോ ശ്യാം മാത്രമല്ല, വർഷയുടെ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാ. അടിയോ ശ്യാമേ, എന്താടാ മറ്റേ കാര്യം പറയാം? ഏത് കാര്യം? എടാ മറ്റേ കാര്യം. ഏത് മറ്റേ കാര്യം പറയടാ, എന്തുവാടാ? എന്താ പറയൂ. ഒന്നുമില്ലെങ്കിലേ. ഉണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കണം. ഒന്നുമില്ല. ഓ, അല്ലെങ്കിൽ ഉണ്ട്, ഒരു കാര്യമുണ്ട്. അത് കേട്ടാ അങ്കിൾ എങ്ങനെ പ്രതികരിക്കും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഉണ്ട്. എന്താണെങ്കിലും ഇതിനെ പറയടാ. എടാ വർഷയും പറഞ്ഞു, ഞാൻ പറയാൻ പോവാ. പറഞ്ഞോ? അതായത് അങ്കിൾ, എങ്കിൽ ഞാൻ പറയാം. ആ. ഇവന് നിങ്ങളുടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് വന്ദനേച്ചിയുടെ കല്യാണത്തിന് ഇവൻ 2 പ്രാവശ്യം സദ്യ കഴിക്കുന്നു. അതാണോ കാര്യം? മിഥുനെ കണ്ടാൽ അറിയാം ഭക്ഷണപ്രിയനാണെന്ന്. അതെ. ആ, എല്ലാരും അകത്തേക്ക് വാ. നമ്മളെ നല്ലൊരു അവസരം നീ കളഞ്ഞു പിടിച്ചത്. സദ്യ ഉണ്ണണം പോലും അവന്. അവനെ എന്നാ പോവാം. പോവാം മോളൂ. അളിയാ, ആ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു. വാ, സമയം പോകുന്നു. കല്യാണം വിളിച്ചവരൊക്കെ അവിടെ എത്തിക്കാണും. എന്നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കണ്ട. അളിയൻ ചെല്ലേ. അല്ല, രാഖി എവിടെ? ഒരുക്കം കഴിഞ്ഞില്ലേ ഇതുവരെ? പയ്യന്റെ പെങ്ങളാ, താലികെട്ട് കഴിഞ്ഞ് എത്തിയാ പോരാ. അമ്മേ, ആ, ഞാൻ എത്തി. കേറ്. കേറ് മോളെ. ആ, കേറ്. ആ, നീ എവിടെ ഈ ഓടുന്നേ? താലികെട്ട് കാണാനോ അതോ സദ്യ ഉണ്ണാനോ? രണ്ടിനുമല്ല. അടുത്തു നിന്ന് അവസാന നിമിഷമെങ്കിലും താലികെട്ട് മുടക്കാൻ നോക്കാൻ. അതിന് വ്യക്തമായ പ്ലാൻ വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.